ഇന്നലത്തെ ദിവസം വളരെ പ്രത്യേകതയുള്ളതായിരുന്നു. ഇന്നലത്തെ ദിവസമാണ് ഈ ദിഗംബരന്മാരായ നാഗസന്യാസികളൊക്കെ ഒരുപാട് വന്നത്. അത് ഷാഹി സ്നാൻ ചെയ്യാൻ വേണ്ടി അവർക്ക് വേണ്ടി അഖാഡകളിൽ നിന്നുള്ള സന്യാസികൾക്ക് വേണ്ടി മാറ്റിവെക്കുന്ന ഒരു ദിവസമായിരുന്നു. അപ്പോൾ ഇന്നലത്തെ ദിവസം അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, അവിടെ നിന്നുള്ള കാഴ്ചകൾ ഒരുപാട് വന്നിരുന്നു. പലയിടങ്ങളിൽ നമ്മൾ ആ ഫോട്ടോസൊക്കെ കണ്ടിരുന്നു. ഈ നാഗസന്യാസിമാർ ഈ ഒരു മേളയുടെ തന്നെ വലിയ പങ്കാളികളിൽ പ്രധാനികളാണ്. വേഷം കൊണ്ടും വസ്ത്രധാരണം ഇല്ലാതെ തന്നെ പ്രത്യക്ഷപ്പെട്ടും ഇവരുടെ ആചാരങ്ങളുടെ സവിശേഷത കൊണ്ടുമൊക്കെ തീർത്തും നമ്മളിൽ നിന്നൊക്കെ വ്യത്യസ്തരാണിവർ. അങ്ങനെ ചിലരോട് രഞ്ജിത്തും സംസാരിച്ചു. അഖാഡകളിൽ വ്യത്യസ്തങ്ങളായ വേഷഭൂഷാദികളുള്ള നിരവധി സാധുക്കൾ, സന്യാസികളുടെ ഒരുപാട് ദൃശ്യങ്ങൾ കാണാം. അവരൊക്കെ നമ്മുടെ ഈ ലൗകിക ലോകവുമായി അധികം ബന്ധമുള്ളവരല്ല. ഈ 12 വർഷത്തിൽ ഒരിക്കൽ മാത്രം ഈ മഹാസംഗമത്തിൽ പങ്കെടുക്കാൻ മാത്രമായി നാട്ടിലേക്ക് ഇറങ്ങുന്ന ഒരുപാട് ആളുകളുണ്ട്. നമുക്ക് അവരിൽ ചിലരോടൊന്ന് സംസാരിക്കാം. സ്വാമിജി, ആപ് കിധർ സെ? हम लोग उत्तराखंड से। सर, कैसा आश्रम है? खड़ा है, खड़ा उधर रहता है। ये कुंभ मेला के लिए आया है जी। क्या क्या हो रहा है कुंभ मेला में? क्या है, ये बहुत समय के बाद में संयोग बना है। कुंभ मेला एक महापर्व है और 12 वर्ष के बाद में ये पड़ा है। ഭസ്മം വസ്ത്രമാക്കിയ ഛത്തീസ്ഗഡ് സ്വദേശി ദിഗംബർ ദേവോത്തമനെ പോലെയുള്ളവർ, കാട്ടിൽ മാത്രം താമസിക്കുന്ന, കുംഭമേളയ്ക്ക് മാത്രം പുറം ലോകം കാണുന്ന, കാട്ടുകരികളും ഇലകളും മാത്രം ഭക്ഷിക്കുന്ന ദിഗംബർ ഭവാനിഗിരിയും. किधर से आए? हम अमरकंटक से आए। हाँ, अमरकंटक। आश्रम है? हाँ जी, कुटिया है जंगल में। जंगल में? जी। किस जंगल में? कंटक, अमरकंटक, नर्मदा उद्गम स्थल। और कितने आदमी रहता है आपके साथ? अकेले रहते हैं हम, कोई नहीं रहता हमारे साथ। रहना कैसा गुफा में? रहना किधर है? हाँ, झोपड़ी में। झोपड़ी में? जी हाँ। सिर्फ महामेला के लिए बाहर आता है? हाँ जी, मेला के लिए बाहर आता है। उधर खाना पीना सब कुछ? झाड़ पेड़ पत्ता मिलता है। हाँ, वही खाता है। वस्त्र भी नहीं पहनते? वस्त्र नहीं पहनते। हाँ जी। आपका वस्त्र है भस्म? भस्म वस्त्र है ना, ये भगवान का वस्त्र है, हमको दिया है भगवान ने। ദിഗംബർ ഭഗവാൻഗിരി എന്ന ഇദ്ദേഹം ഛത്തീസ്ഗഡിലെ ഒരു വനത്തിനുള്ളിൽ ഗുഹയിൽ കഴിയുന്ന മനുഷ്യനാണ്. അദ്ദേഹം ഈ വളരെ പ്രധാനപ്പെട്ട അദ്ദേഹത്തിന് അനുഗ്രഹം നേടാൻ വേണ്ടി ഒരുപാട് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം അവിടെ നിന്ന് ഈ കുംഭമേളയിൽ പങ്കെടുക്കാൻ വേണ്ടി മാത്രമാണ് ഈ നാട്ടിലൊക്കെ ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അങ്ങനെ നിരവധി ആളുകളുണ്ട് ഈ കുംഭമേള എന്ന മഹാമേളയിൽ എത്താനുമൊക്കെയായി. ഇത്തരം സാധുക്കളായ നിരവധി ആളുകളെ നമുക്ക് ഇവിടെ കാണാം. ഓംകാരേശ്വറിൽ ആശ്രമമുള്ള ഒറ്റയ്ക്ക് താമസിക്കുന്ന വിജയ് പൂരി ബാബയും. किधर से आया है? ओमकारेश्वर। उधर किधर रहता है आप? अरे ओमकारेश्वर आश्रम है हमारा। आश्रम है? अच्छा, ये कुंभ मेला के लिए आया है? हाँ। कितना दिन हो गए? 20 दिन हो गए। खाना पीना सब कुछ इधर ही है? हाँ, होता है, सब यहीं पे होता है। बनाता है? हाँ, खुद ही बनाते हैं, साथ कोई नहीं है अपने। अकेला आए हैं, अकेला जाएंगे, अकेला रहेंगे, सब काम अकेला। ഇങ്ങനെ കുംഭമേളയിൽ ലോകമെങ്ങും കാണാത്ത വ്യത്യസ്ത കാഴ്ചകളുടെ സംഗമ ഭൂമിയാണ്. ജൈന വിഭാഗത്തിന്റെ പിന്തുടർച്ചക്കാരായ ഈ സന്യാസികൾ പലരും കുംഭമേളയ്ക്ക് മാത്രമാണ് പുറം ലോകം കാണുന്നത്. അതിനുശേഷം പുറം ലോകത്തോട് സമ്പർക്കമില്ലാതെ അവരുടെ ജീവിത രീതികളുമായി മടങ്ങും. കാട്ടിനുള്ളിലെ ഗുഹകളിലേക്ക്, ചിലർ ഒറ്റയ്ക്ക് കെട്ടിപ്പടുത്ത ആശ്രമങ്ങളിലേക്ക്. പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം രഞ്ജിത്ത് രാമേന്ദ്രൻ, പ്രയാഗ്രാജ്.